and welcome back to our channel. ഇന്ന് ഞാനൊരു ഫൺ ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഷാലിൻ സാറ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, യൂട്യൂബർ ആണ്. അപ്പോൾ ഷാലിൻ എന്നെ ചലഞ്ച് ചെയ്തേക്കാണ് ഒരു നോ മിറർ മേക്കപ്പ് ചെയ്യാമോ എന്നുള്ളത്. ഷാലിൻ ആൾറെഡി ഈ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് എനിക്ക് എന്നെ ചലഞ്ച് ചെയ്തേക്കാണ്. അപ്പോൾ ഞാൻ ഈ ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബാ നമുക്ക് തകർത്തിട്ട് തരാം. അപ്പോൾ ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തൊട്ട് നമ്മൾ സ്റ്റെപ്സ് ഉണ്ടല്ലോ, മേക്കപ്പിന്റെ ബേസിക് സ്റ്റെപ്സ് ലൈക്ക് മോയ്സ്ചറൈസിങ്, ഫൗണ്ടേഷൻ, അങ്ങനെയുള്ള ബേസിക് സ്റ്റെപ്സ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ചലഞ്ചിൽ. ഞാൻ എൻ്റെ ഐറ്റംസ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മോയ്സ്ചറൈസർ എടുക്കുകയാണ്. മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു. നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഇനി ഐ മേക്കപ്പ് ശരിക്കും പറഞ്ഞാൽ ഐ മേക്കപ്പ് ചെയ്യുന്നത് റിസ്ക് ആണ്. മസ്റ്റായി ഇടാൻ പോവാണ്. ഇത് കുറച്ച് കഴിക്കാൻ കണ്ണിനകത്തങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ പറ്റുന്നത് ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവളാടി. ഐബ്രോസ് ആണ്. ഞാൻ ഒന്നും നോക്കുന്നില്ല കേട്ടോ, കണ്ണാടി അതൊക്കെ ചെറിയ കണ്ണാടി.
ഐബ്രോസും ചെയ്യാൻ ഇനി ലിപ്സ്റ്റിക് ഇടാം. ഇത് കുഴപ്പമില്ലാതെ ഇടാൻ പറ്റുന്നത്. കോൺടാക്ട് ബ്രഷ് ഇട്ട് കൊടുക്കണം. കുറച്ച് ബ്രഷ് കുറച്ച് ഉണങ്ങിക്കട്ടെ. ഓക്കെ, ബ്രഷ് ഇട്ടു. ഇനി എന്താ ചെയ്യാനല്ലേ? ഇനി ഹൈലൈറ്റർ. അതിലായിരുന്നു കുറച്ച് ഹൈലൈറ്റർ റിമൂവ് ചെയ്തതാണ്. ഏകദേശം സെറ്റായി. ഇനി ഞാൻ ഒരു ഫോട്ടോ വെച്ച് കൊടുക്കാം. അപ്പം കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് ശരിക്കും കണ്ണാടി നോക്കുമ്പോൾ ഇനി എന്താ കണ്ണാടി നോക്കാൻ പോകും. വലിയ കുഴപ്പമില്ല അല്ലേ? വലിയ കുഴപ്പമില്ല. കുറച്ച് കണ്ണെഴുതിയത് കുറച്ച് ഇവിടെയൊക്കെ കുറച്ച് പടർന്നിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ബ്ലൈൻഡായിട്ട് ഇപ്പോൾ മേക്കപ്പ് ചെയ്യാനും പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ നന്നായിട്ട് ചെയ്തിട്ട് കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടോ ഈ നോ മിറർ മേക്കപ്പ്? ശരിക്കും ഞാൻ കണ്ണാടി നോക്കിയിട്ടേ ഇല്ല. ഞാൻ വിചാരിച്ച മസ്കാരയൊക്കെ എൻ്റെ കണ്ണടിയിലാവും ഒക്കെ വിചാരിച്ചു. കാരണം ഇവിടെയൊക്കെ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല. ഞാൻ നോക്കിയിട്ട് ഹൈലൈറ്റർ അപ്ലൈ ചെയ്തതൊക്കെ കുറച്ചൊരു ഇതായിപ്പോയി. അല്ലാതെ വലിയ പ്രശ്നമില്ല. പക്ഷെ എന്നാലും കൊള്ളാം. ഞാൻ വിചാരിച്ചതിലും കുഴപ്പമില്ലാണ്ടായി. ലിപ്സിലൊക്കെ പിഗ്മെന്റ് കറക്റ്റ് ഒന്നും എന്താ പറയുക ഇവിടെ ഒന്നും പറ്റാത്ത പോലെ. പിന്നെ എനിക്കിത് ഇവിടെയൊക്കെ കുറച്ചും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ കൊള്ളാമെന്നുണ്ടായി. ഹൈലൈറ്റർ ഇത്തിരി കൂടി ഇങ്ങോട്ടൊക്കെ ആയി. മൂക്കിൻ്റെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ കുറച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആ കണ്ണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വിചാരിച്ച് കണ്ണായിരിക്കും കൊള്ളാവുന്നതെന്ന്. പക്ഷെ വലിയ കുഴപ്പമില്ല. ഈ ഒരു കണ്ണിൽ ഇത്തിരി ഐ ഷാഡോ കൂടുതലാണ്. ശരിയാണ്, അത് വലിയ അതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ഇത്രയൊക്കെ കണ്ണാടി നോക്കാൻ ഒപ്പിക്കുന്നതാണ്. ശരിക്കും ഞാൻ തന്നെ അത്ഭുതപ്പെട്ട് സർപ്രൈസ് ആയിട്ട് ഇരിക്കുകയാണ്. വേറെ ഫൗണ്ടേഷനൊക്കെ ഇട്ടതൊക്കെ ഞാൻ ഏകദേശം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം ഞാൻ ഈ ചലഞ്ച് അങ്ങനെ സക്സസ് ആക്കിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഞാൻ അതുപോലെ തന്നെ നിൽക്കുക കേട്ടോ. ഞാൻ ഒന്നും പിന്നെ വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല മുഖത്ത്. അതേ സെയിം ഇതിൽ തന്നെയാണ് ഞാൻ എന്തും പറയാൻ വന്നേക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഷാർലിന് വലിയൊരു താങ്ക്സ്. എനിക്ക് ഇങ്ങനെ ഒരു ചലഞ്ച് തന്നതിന്. ഞാൻ ഒരുവിധം നന്നായിട്ട് അത് ചെയ്തു എന്ന് എനിക്കൊരു വിശ്വാസം. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് കമന്റിൽ പറയാ. പിന്നെന്താ, ഷാലിനും ഈ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക ഷാലിൻ എങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത് എന്നൊക്കെ. അപ്പൊ ഷാലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചലഞ്ച് ഞാൻ ഒരാൾക്കും കൂടി പാസ് ചെയ്യാണ്. ആർക്കാണെന്നല്ലേ? RS ഹോമയിലെ രമ്യ സൂരജിന് ഞാൻ ഈ ചലഞ്ച് പാസ് ചെയ്യാണ്. അപ്പൊ രമ്യ ചേച്ചി ഈ ചലഞ്ച് ഏറ്റെടുക്കുന്നുണ്ടോ, എത്രത്തോളം അടിപൊളിയാക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ പോയി നോക്കുക. രമ്യ ചേച്ചിയുടെയും ഷാർലിന്റെ ഒക്കെ ചാനൽ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ മറക്കാതെ എല്ലാവരും പോയി നോക്കുക അത്. ഇനി നമുക്ക് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ഫ്രം ശ്രുതി.